പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചിന്തകൾ നേരിട്ട് കൊണ്ടിരുന്ന അജയന്റെ രണ്ടാം മോഷണം 100 ദിനങ്ങൾ തിയേറ്റർ പിന്നിട്ട ആ സമയത്തെ ചിത്രമാണ് ആ അജയന്റെ രണ്ടാം മോഷണം. ഞാൻ ആഗ്രഹിക്കുക 2 വാക്ക് സംസാരിക്കാൻ. ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പിന്നെ സംസാരിക്കും. കമന്റ് ബോക്സിൽ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കാനുണ്ട്, കഥകൾ കുറെ നമുക്ക് കേൾക്കാനുണ്ട്. പക്ഷേ സിനിമ 100 കോടി ക്ലബിൽ എത്തിച്ച, തന്റെ ആദ്യ സിനിമ 100 ദിനങ്ങൾ പിന്നിടിപ്പിച്ച, തന്റെ ആദ്യ സിനിമ മലയാളത്തിലെ ഏറ്റവും കുറച്ചും കൂടെ ഉഷാറായ ഒരു കയ്യടിയാവാം. തിയേറ്ററുകളിൽ ഇതിൽ നിന്നും ഗംഭീരമായ കയ്യടികൾ പല സീക്വൻസസിൽ ചെയ്തതിന് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. സക്സസ് സെലിബ്രേഷൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കോടികളുടെ കണക്കിനെ കാട്ടി ഞങ്ങൾ എന്നും എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ജനങ്ങൾ തന്ന പിന്തുണയാണ്. എല്ലാവർക്കും താങ്ക് യു. ഇത്രയും വലിയൊരു വിജയമാക്കി തന്നതിന്. ഇത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇതല്ല, ഒരു കൂട്ടം ARMന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 1000-ഓളം ആൾക്കാർ ARM എന്ന് പറയുന്ന സിനിമ സംഭവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, ദൈവം, ഞങ്ങളെല്ലാം വിചാരിക്കുന്ന ഒരു അദൃശ്യ ശക്തി, അതെല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ വിജയവും. ഇനി ഇത് കാരണം സംഭവിച്ചിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും, ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളും നമുക്ക് കൊണ്ടുവന്നത് ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതൽ ഒരു സംവിധായകൻ തന്നെ പുതുമുഖ സംവിധായകനായിട്ട് അരങ്ങേറിയ ചിത്രമാണ്. ഒരു സ്ഥാപനത്തിൽ, ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ നിന്ന് സാധാരണ കിട്ടേണ്ട കഥകളുമായിട്ട് ഇതിന്